എല്ലാവർക്കും നമസ്കാരം. പോഷൻ ട്രാക്കറിൻ്റെ ഏറ്റവും പുതിയ വെർഷൻ 20.1.1 ഇപ്പോൾ പ്ലേ സ്റ്റോറിൽ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉടൻ തന്നെ അത് അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വെർഷൻ തൊട്ട് മുമ്പത്തെ വെർഷനായിട്ടുള്ള 20.1ൻ്റെ അനുബന്ധമായിട്ടുള്ളൊരു വെർഷനാണ്. അപ്പോൾ നമുക്ക് 20.1 വന്നിട്ടുള്ള പ്രധാന മാറ്റങ്ങളിലൊന്നായിട്ടുള്ള MBR റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ടാണ് പുതിയ വെർഷൻ റിലീസായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 20.1 അതായത് തൊട്ട് മുമ്പത്തെ വെർഷനായിട്ടുള്ള 20.1 എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായിരുന്നത് ജസ്റ്റ് ഒന്ന് നോക്കാം. അതിനുശേഷം നമുക്ക് ഈ ഒരു പുതിയ വെർഷനെ കുറിച്ച് പരിചയപ്പെടാം. തൊട്ട് മുമ്പത്തെ വെർഷനായിട്ടുള്ള 20.1 നമുക്ക് പ്രധാനമായിട്ടും രണ്ട് മാറ്റങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്ന്, നമുക്ക് ഈ ഒരു ഡാഷ്ബോർഡ് എന്നതിൽ പുതിയൊരു രജിസ്റ്റർ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ലോ ബർത്ത് വെയ്റ്റ് ചിൽഡ്രൻ്റെ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ തൊട്ട് മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർ ഒന്ന് കാണുക. ഇതുകൂടാതെ രണ്ടാമതായിട്ട് വന്നിട്ടുള്ള മാറ്റം MBR രജിസ്റ്ററിലായിരുന്നു. MBR രജിസ്റ്ററിൽ നമുക്ക് 2023 ഏപ്രിൽ മുതലുള്ള റിപ്പോർട്ടുകൾ ലഭ്യമാക്കുന്നതിനുള്ള ഓപ്ഷൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ആ ഒരു മാസം സെലക്ട് ചെയ്യാനോ ആ റിപ്പോർട്ടുകൾ കാണുവാനോ സാധിച്ചിരുന്നില്ല. അപ്പോൾ ഈ ഒരു പ്രശ്നങ്ങളും അതുപോലെ തന്നെ ഗ്രോത്ത് മോണിറ്ററിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചിട്ടാണ് പുതിയ വെർഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും പുതിയ വെർഷനായിട്ടുള്ള 20.1 MBRൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളതെന്ന് നോക്കാം. MBR ഓപ്പൺ ചെയ്യാം. ഏറ്റവും മുകളിൽ നമുക്ക് മന്ത്ലി പ്രോഗ്രസ് റിപ്പോർട്ട് എന്ന ഹെഡിങ് കാണാം. തൊട്ടു താഴെ തന്നെ ആയിട്ട് നവംബർ 2023 എന്ന് കാണാം. അപ്പോൾ നമുക്ക് 2023 നവംബർ വരെയുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ജനറേറ്റ് ആയിട്ടുള്ളത്. ഡിസംബറിലെ റിപ്പോർട്ടുകൾ ജനറേറ്റ് ആയിട്ട് വരുന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് നമുക്കിവിടെ ഡിസംബർ 2023 കാണാത്തത്. അപ്പോൾ നമുക്ക് ഇതാണ് കലണ്ടർ. ഈ കലണ്ടർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ഇങ്ങനെ ബ്ലാങ്ക് ആയിട്ടായിരിക്കും കാണുക. കാരണം ഇവിടെ തൊട്ട് മുകളിൽ നമുക്ക് വർഷം ശ്രദ്ധിച്ചാൽ കാണാം 2024 എന്നാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് 2024 ജനുവരി ആരംഭമായിട്ടുള്ളൂ. അപ്പോൾ ഇനി ജനുവരി പൂർത്തിയായിട്ട് ഒരാഴ്ച കൂടെ ഒക്കെ കഴിഞ്ഞാലാണ് നമുക്ക് ജനുവരിയിലെ റിപ്പോർട്ട് കൂടെ റിഫ്ലക്റ്റ് ആയിട്ട് വരിക. അപ്പോൾ അപ്പോഴാണ് നമുക്ക് ആ ഒരു മാസം ഇവിടെ കാണാൻ സാധിക്കുക. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഈ ഒരു ആരോ മാർക്കിൽ ഇടതുവശത്തേക്കുള്ള ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് 2023 ഏപ്രിൽ മുതൽ നവംബർ വരെയുള്ള റിപ്പോർട്ടുകൾ മാസങ്ങൾ ഇവിടെ കാണാൻ സാധിക്കും. ഡിസംബറത്തെ റിപ്പോർട്ട് ജനറേറ്റ് ആയിട്ട് വരുന്നേ ഉള്ളൂ. ജനറേറ്റ് ആയി വരുന്ന മുറക്ക് നമുക്ക് ഡിസംബറും ഇവിടെ തെളിഞ്ഞു വരും. അപ്പോൾ നമുക്ക് ഏതെങ്കിലുമൊക്കെ ഒരു മാസം ഇവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഏപ്രിലിൽ നിന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞ് ഓക്കെ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മാസത്തെ മന്ത്ലി പ്രോഗ്രസ് റിപ്പോർട്ട് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഓരോ മാസവും സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതാത് മാസങ്ങളിലെ MPR റിപ്പോർട്ട് നമുക്ക് ഇതേപോലെ കാണാൻ സാധിക്കും. ഏറ്റവും മുകളിലായിട്ട് ബെനഫിഷ്യറീസ് എന്ന ഹെഡിങ് കാണാൻ സാധിക്കും. തൊട്ടു താഴെയായിട്ട് സപ്ലിമെൻ്ററി ന്യൂട്രീഷൻ എന്ന ഹെഡിങ് കാണാൻ സാധിക്കും. താഴോട്ട് നീക്കിക്കഴിഞ്ഞാൽ പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ ഹോം വിസിറ്റ്, ഗ്രോത്ത് മോണിറ്ററിങ്, അതുപോലെ തന്നെ ന്യൂട്രീഷണൽ സപ്ലിമെൻറ്റ്സ് എന്നിങ്ങനെയുള്ള ഹെഡിങ്ങുകൾ കാണാൻ സാധിക്കും. ഓരോ ഹെഡിങ്ങിൻ്റെയും താഴെയായിട്ട് ഇനം തിരിച്ചിട്ടുള്ള ടോട്ടൽ റിപ്പോർട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ബെനഫിഷ്യറീസ് എന്നാണെന്നുണ്ടെങ്കിൽ ആ ബെനഫിഷ്യറീസിൻ്റെ ഇനം തിരിച്ചിട്ടുള്ള റിപ്പോർട്ടുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതായത് ടോട്ടൽ ആക്റ്റീവ് ബെനഫിഷ്യറീസ്, അതിൽ പുതുതായിട്ട് ന്യൂലി രജിസ്റ്റർ ചെയ്തിട്ടുള്ള ബെനഫിഷ്യറീസ്, AWC മൈഗ്രേഷൻ ചെയ്തിട്ടുള്ള ബെനഫിഷ്യറീസിൻ്റെ എണ്ണം, ഇനാക്റ്റീവായിട്ടുള്ള അതായത് ഈ ഒരു മാസം ഇനാക്റ്റീവായിട്ടുള്ള ഗുണഭോക്താക്കളുടെ എണ്ണം, മരണപ്പെട്ടിട്ടുള്ള ഗുണഭോക്താക്കളുടെ എണ്ണം, മൈഗ്രേറ്റ് ഔട്ട് ചെയ്തിട്ടുള്ള ഗുണഭോക്താക്കളുടെ എണ്ണം എന്നിങ്ങനെയുള്ള രീതിയിലുള്ള ഇനം തിരിച്ചിട്ടുള്ള റിപ്പോർട്ടുകൾ നമുക്ക് ലഭിക്കും. അത് ഓരോ ഹെഡിങ്ങിൻ്റെയും താഴെ നമുക്ക് ഈ രീതിയിൽ ഇനം തിരിച്ച് കിട്ടും. ഇനി നമുക്കത് കാറ്റഗറി തിരിച്ചിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ, അതായത് പ്രഗ്നൻറ്റ് വുമൺ, ലാക്ടേറ്റിംഗ് മദർ എന്നൊക്കെ രീതിയിൽ കാറ്റഗറി തിരിച്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡീറ്റെയിൽസ് എന്നതിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് അതാത് മാസങ്ങളിൽ അതാത് റിപ്പോർട്ടിൻ്റെ, ഇപ്പോൾ ബെനഫിഷ്യറീസ് എന്നാണെങ്കിൽ ആ ബെനഫിഷ്യറീസ് എന്ന റിപ്പോർട്ടിൻ്റെ കീഴിലുള്ള ഗുണഭോക്താക്കളുടെ കാറ്റഗറി തിരിച്ചിട്ടുള്ള എണ്ണവും വിവരങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഭാഗത്ത് കിട്ടും. അതായത് പ്രഗ്നൻറ്റ് വുമൺ, ലാക്ടേറ്റിംഗ് മദർ, ചിൽഡ്രൻ എന്നിങ്ങനെ കാറ്റഗറി തിരിച്ചിട്ട് കിട്ടും. ഇനി നമുക്ക് ഗുണഭോക്താക്കളുടെ പേര് വിവരങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള റിപ്പോർട്ട് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഡാറ്റ എന്നതിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഓരോ ഗുണഭോക്താവിൻ്റെ പേര് വിവരങ്ങൾ അടങ്ങിയിട്ടുള്ള റിപ്പോർട്ട് ലഭിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു കലണ്ടറിൽ ഏത് മാസമാണോ സെലക്ട് ചെയ്യുന്നത് ആ മാസത്തെ MPR റിപ്പോർട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുക. അതിൽ ഏത് ഹെഡിങ് ആണോ ആ ഹെഡിങ്ങിൻ്റെ ഇനം തിരിച്ചിട്ടുള്ള റിപ്പോർട്ടുകൾ, ടോട്ടലായിട്ടുള്ള ഇനം തിരിച്ചിട്ടുള്ള റിപ്പോർട്ടുകളുടെ എണ്ണമായിരിക്കും നമുക്കിവിടെ ഏറ്റവും ഫ്രണ്ടിൽ കാണാൻ സാധിക്കുക. അതിൻ്റെ കാറ്റഗറി തിരിച്ചിട്ടുള്ള, കാറ്റഗറി അടിസ്ഥാനമാക്കിയിട്ടുള്ള റിപ്പോർട്ട് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് എന്നതിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്കിങ്ങനെ പ്രഗ്നൻറ്റ് വുമൺ, ലാക്ടേറ്റിംഗ് മദർ, ചിൽഡ്രൻ എന്നുള്ള രീതിയിൽ കാറ്റഗറി അടിസ്ഥാനമാക്കിയിട്ടുള്ള റിപ്പോർട്ട് ലഭിക്കും.
അതുപോലെ തന്നെ ഗുണഭോക്താക്കളുടെ പേര് വിവരങ്ങൾ അടിസ്ഥാനമാക്കിയിട്ടുള്ള റിപ്പോർട്ട് ലഭിക്കണമെങ്കിൽ നമുക്ക് ഈ ഒരു ഡാറ്റ എന്നതിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഈ രീതിയിൽ ലഭിക്കും. ഇനി അഥവാ ഏതെങ്കിലും റിപ്പോർട്ടുകൾ ലോഡായിട്ട് വരുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ഹെഡിങ്ങിൻ്റെ മുകളിൽ നമുക്കൊരു റിഫ്രഷ് ബട്ടൺ കാണാം. ആ ഒരു റിഫ്രഷ് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഇപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു മാസം സെലക്ട് ചെയ്തു, അതിനുശേഷം അടുത്ത മാസം സെലക്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഈ ഒരു റിപ്പോർട്ട് മാറി വരുന്നില്ല, അല്ലെങ്കിൽ അവിടെ 00 എന്നൊക്കെയാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഈ ഒരു റിഫ്രഷ് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് പുതുതായിട്ട് വന്നിട്ടുള്ള 20.11 MPR റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള മാറ്റം. അപ്പോൾ എല്ലാവരും ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക, റിപ്പോർട്ടുകളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.